വേഗ മനസ്സാൽ അല്ലെ ഒരു ചിരടെങ്കിൽ കോർത്തിരിക്കുന്ന രുദ്രാക്ഷം പോലെ അല്ലെ ഏവരും വേഗ മനസ്സാൽ കൈയെടുത്ത് പോരുന്നുള്ളൂ അല്ലെ ഒരു ആലയിലെ ഗോക്കളെന്ന പ്രകാരം അല്ലെ ഗോക്കളെ നിറം വർണ്ണം പലതാണെങ്കിലും ക്ഷീരത്തിന്റെ നിറമെന്നാണല്ലോ അല്ലെ അല്ലെ ആ പ്രകാരത്തിങ്കിൽ ആലയിലെ ഗോക്കളെന്ന പ്രകാരം കൊമ്പും കുളമ്പും കൂട്ടി എന്ന് വരികിലും അല്ലെ ആലയിലെ ഗോക്കളെന്ന പ്രകാരത്തിനും ഏവരും ഏക മനസ്സാൽ കൈയെടുത്ത് പോരുവാനാവട്ടെ കേട്ടോ. നിങ്ങൾ ചെയ്തിരിക്കുന്നതായ ആ പ്രവൃത്തിക്ക് നിങ്ങളെ ആ ഏകോദര സഹോദര ബന്ധങ്ങളെന്ന പ്രകാരത്തിങ്കൽ നിലനിന്ന് പോരുന്ന പ്രധാനത്ത് അല്ലെ ആ പ്രകാരത്തിൽ ഭക്തിയായിട്ട് തന്നെ വേണ്ടുന്നിരിക്കുന്ന ഭാഗ്യോഷാദികളെടുത്ത് ഒഴിയിക്കാതൊക്കെ വേണം. ആ സർവ്വജനാദര വൈകുണ്ഠ സാക്ഷിയായിരിക്കുന്നതായ ലോകനാഥൻ നിങ്ങൾക്ക് സാക്ഷിയായിട്ട് മുതലായിട്ടുണ്ട് കേട്ടോ. ഇരിക്കട്ടെ ഇപ്പോഴത്തേക്ക് തീരുമാനത്തിരിക്കുന്നതായ ആ പുഴുത്തിന്റെ തക്കവണ്ണം ആ അസ്തമാനം കൊള്ളേണ്ടതായിരിക്കുന്ന വളയാണല്ലോ ഇവിടെ പ്രകാരം എങ്ങനെ വന കൊളുത്തുമോ നിങ്ങൾക്ക് സന്തോഷമാണോ? ഇരിക്കട്ടെ പ്രകാരത്തിക്കൽ വലുതായിരിക്കുന്നതായ മൊഴികളെ വേണ്ടല്ലോ അല്ലെ അനേകം നടക്കണല്ലോ അല്ലെ. ഇരിക്കട്ടെ ആ പ്രകാരം വന്ന് ഞാൻ പാലായങ്ങൾ ചെയ്യിക്കുന്ന കാലം കണ്ടതായിരിക്കുന്നതായ യോഗനിദ്ര ഉണർത്താൻ തക്കവണ്ണം 80,000 കോടി യക്ഷകന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും കിൻപുരുഷ നാരദാദികളും നാനാ താപസന്മാരും പാലാഴ് വടക്കേക്കര ചെന്ന് മുല്ല മല്ലിക കൈത കനകധാരി ചിത്രയാമാധികം പിച്ചകം കരിങ്കൂവളം കുറുമൊഴി വന്ധാമര ചന്താമര ഗുരുക്കത്തിമുള്ള സുഗന്ധികം മുല്ല ബന്ധാരം പാരിജാതം സുഗന്ധി ഇരഗന്ധി ബാലന്തി ലേവന്തി ഇന്ദീവരം ചന്ദനം സ്പന്ദനം ചിറ്റി തെച്ചി അകലിരിക്കുന്ന പുഷ്പങ്ങളെ കൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്തിട്ടുണ്ടോ അല്ലെ അല്ലെ. ഇന്ന് കലിയുഗത്തിങ്കൽ ഉണർന്നിരിക്കുന്ന മാനുഷികന്മാരെ കൊണ്ട് അസാധ്യമായിരിക്കുന്നതായ വസ്തുവാണ് അല്ലെ. നിങ്ങളും തന്നിരിക്കുന്ന അല്ലെ തന്നൂരത്തെ കൊണ്ട് ചൊല്ലിയിരിക്കുന്നതായ പുഷ്പങ്ങൾക്ക് സമമായി കരുതിയിട്ട് ഹരി ആരാധന ആവട്ടെ കേട്ടോ. നിങ്ങൾ കൂടിക്കാണുന്ന കാലം വരേക്കും രോഗഭയങ്ങളോ മാരിഭയങ്ങളോ ശത്രുഭയങ്ങളോ ശിക്ഷഭയങ്ങളോ വിഷഭയങ്ങളോ കൂടാതെ തക്കവണ്ണം പരിപാലിച്ചു കൊണ്ടുവാനുള്ളതായിരിക്കുന്ന യൂഹ്യാദികളെ എടുത്ത് പരിപാലിക്കാം കേട്ടോ. ഇവിടെ വരേക്കും ഗുണം വരണം.